ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോക്ക് ചെറിയൊരു ഫാൾട്ട് പറ്റി. നമ്മളെ മൈക്കിന് ചാർജ് കഴിഞ്ഞുകൊണ്ട് ഈ വീഡിയോക്ക് വോയിസ് ഇടയ്ക്ക് വരും കേട്ടോ, ഇടയ്ക്ക് വരില്ല. അപ്പോൾ ഞാൻ കണ്ണൂരൊക്കെ പോകുന്നു. അപ്പോൾ നമ്മളെ കുപ്പത്തെ കാഴ്ചകളും കണ്ടിട്ട് മണ്ണിടിച്ചെല്ലാം കണ്ടിട്ട് ഏതെങ്കിലും വഴി പോകട്ടെ. അപ്പോൾ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുമെന്ന് ഞാൻ ക്ഷമ ചോദിക്കുന്നു എല്ലാവരോടും. എന്നുവെച്ചാൽ നല്ല വീഡിയോ ആയിരുന്നു, പക്ഷെ അത് വോയിസ് ഇല്ലാണ്ടായിപ്പോയി. ഇടയ്ക്ക് വരും, ഇടയ്ക്ക് വരില്ല. നമ്മൾ അമ്മാനപ്പുറക്കുന്ന് വിട്ട് സീപ്പോയി വഴി, ചുടല വഴി, അങ്ങനെ കപ്പണത്തട്ട് വഴി തലപ്പറമ്പിലേക്ക് പോകണ്ട, കണ്ണൂരേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇടയ്ക്ക് വോയിസ് വരും. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ചിട്ട് കാണാം. ഓക്കെ. അപ്പോൾ ചെറിയ തോതിലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കട്ടെ ഇതിൽ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു അത്ര ഒരു ചടപ്പുണ്ടാവില്ല, ഒരു മടുപ്പുണ്ടാവില്ല. ആ മ്യൂസിക് കേട്ടിട്ട് ഇങ്ങനെ യാത്രേൻ്റെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഒരു രസമുണ്ടാവും. അപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെറിയ തോത് കൊടുക്കാം. ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കാണുക. മഴ കുറഞ്ഞ് 2-3 മാസത്തെ പെയ്യേണ്ട മഴ ഒന്നിച്ചിട്ട് പെയ്തു. നമ്മൾ കുറച്ച് മാറിക്കട്ടെ. ഇത് ഇരിങ്ങൽ സ്കൂൾ, UP സ്കൂൾ കേട്ടോ. അപ്പോൾ ബൈക്ക് ബാറ്ററി ചേഞ്ച് ആക്കണം. അത് കണ്ണൂർ പോയിട്ട് മോണിക്കാം. അപ്പോൾ സൗണ്ട് എത്ര ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. നമ്മളെ വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഈ സൗണ്ടിൻ്റെ പ്രശ്നം കണ്ടത്. പിന്നെ ഞാൻ വേറെ എക്സ്ട്രാ ബാറ്ററി എല്ലാം മാറ്റിയിട്ട് എല്ലാം കഴിഞ്ഞു, ചാർജ് കഴിഞ്ഞു പോയി. ഈ മൈക്കിൽ നമ്മൾ ടോപ്പ് ബാറ്ററി പോലത്തെ അതിൻ്റെ കുറച്ച് ചാക്കില് മെറ്റൽ കൊണ്ടിട്ടിട്ട് മെറ്റൽ കൊണ്ട് ഇങ്ങനെ തലണ പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഓ, ബസ് അത്യാവശ്യം പോകുന്നുണ്ട് കേട്ടോ. മാത്രമേ ഇവിടെ ഒന്നും അങ്ങനെ ഇടിഞ്ഞില്ല, കുറച്ച് അങ്ങോട്ട് നല്ലോണം ഇടിഞ്ഞില്ല. അവിടെയാണ് ഇടിഞ്ഞത്. ഇലക്ട്രിക് പോസ്റ്റിലും പോയിട്ടാ. മെറ്റൽ കുറേ കൊണ്ടിറക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ മെറ്റലിന് താങ്ങും ഈ മണ്ണ്, അതായിരിക്കും മെറ്റലിനെ കൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ചളിയും വെള്ളം താലേക്ക് ഇറങ്ങില്ല, വീട്ടുകാർക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടാവില്ല. മെറ്റലിൽ വെള്ളം കുറേ താങ്ങി മണ്ണും മുകളിലോട്ട് അലോ ഇടിഞ്ഞ്
ബാഗിൻ്റെ അതിൽ വിടുന്നു. ഇവിടുന്ന് കുറച്ച് മണ്ണ് എടുത്തിട്ടുണ്ട്, അവിടെയും കുറച്ച് ഇടിഞ്ഞു എന്നാലും പറഞ്ഞു. ബസ് അത്യാവശ്യം വിടുന്നുണ്ടല്ലോ. മഴ മാറിയോണ്ടായിരിക്കും വെള്ളം.